ഇലക്ട്രൽ ബോണ്ടിനെ വെള്ളപൂശി സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കാലത്ത് 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി നടത്തിയ സുപ്രധാന വിധി പ്രസ്താവനകളിൽ ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമെന്ന്. ഇത് പ്രഖ്യാപിച്ചതും സുപ്രീം കോടതി തന്നെയാണ്. പൗരന്മാരുടെ വിവരാവകാശത്തിന്റെ ലംഘനമാണിതെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ ഇതേ സുപ്രീം കോടതി തന്നെ ഇലക്ട്രൽ ബോണ്ട് സംഭാവനകളിലൂടെ നടന്നത് കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപീകരിക്കണമെന്ന ആവശ്യം തള്ളിക്കളയുകയാണ്. ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്ന ന്യായമാണിപ്പോൾ നിരത്തിയിരിക്കുന്നത്. അതുവഴി യാതൊരു അന്വേഷണവും വേണ്ട എന്നും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേതാണ് വിധി. 2018 ഇലക്ട്രൽ ബോണ്ട് പദ്ധതി BJP സർക്കാർ അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ സുതാര്യമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ പദ്ധതികൾ അവതരിപ്പിച്ചത്. എന്നാൽ ഈ ഒരൊറ്റ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPയുടെ കൊള്ള ലാഭം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തിയ ഇലക്ട്രൽ ബോണ്ടുകളിൽ 93% BJPക്ക്, കോൺഗ്രസിന് 3.2% മാത്രമേ ഉള്ളൂ. ഡൽഹി മദ്യനയ അഴിമതി കേസ് മാപ്പുസാക്ഷിയായ ശരത് റെഡ്ഡിയുടെ കമ്പനി BJPക്ക് സംഭാവന നൽകിയത് 55 കോടി രൂപ. കേസിൽ ജാമ്യാപേക്ഷയുമായി ശരത് ഡൽഹി ഹൈക്കോടതി സമീപിച്ചപ്പോൾ ED എതിർത്തിരുന്നില്ല എന്നതാണ് ശരത്തിന്റെ നേട്ടം. നഷ്ടത്തിലാണെന്ന് കാട്ടി നികുതി ഇളവ് നേടിയ 33 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് നൽകിയത് 434 കോടി രൂപ. ഇതോടെ നഷ്ടത്തിലാണെന്ന് കണക്ക് കാണിച്ച കമ്പനികൾ വൻതുക ഇലക്ട്രൽ ബോണ്ട് നൽകിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ നീക്കം നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഉയർന്നത്. തീർന്നില്ല, അദാനി ബന്ധമുള്ള കമ്പനിക്ക് ഭൂമി വിറ്റ് പണം ഇലക്ട്രൽ ബോണ്ടാക്കി ദളിത് കുടുംബത്തിൽ നിന്ന് BJP കൈക്കലാക്കിയതോ 10 കോടി രൂപ. BJPക്ക് ലഭിച്ച പണത്തിന്റെ വഴികളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇതുവഴി പുറത്തു വന്നത്. ഇനി നിയമവിരുദ്ധമായി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി 20 കമ്പനികൾ. സംഭാവനയോ BJPക്കും RSSനും. ആരംഭിച്ച് 3 വർഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്ന കമ്പനികൾക്കുള്ള വിലക്ക് ഏകദേശം 4 പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. അതും മറികടന്നാണ് RSS BJPക്ക് സംഭാവനകൾ നൽകിയത്. ഇത്രയധികം തെളിവുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും സുപ്രീം കോടതി പറയുന്നത് ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനാവില്ല എന്നാണ്. എന്നാൽ ഇതേ കോടതി തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് ഇത് പൗരന്റെ അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും വല്ലാത്തൊരു വിരോധാഭാസം.